ഓം യോഗനിദ്രേ മഹാനിദ്രേ യോഗമായേ മഹേശ്വരി യോഗസിദ്ധികരീ ശുദ്ധേ ദുർഗാദേവീ നമോസ്തുതേ. ആത്മഭാവങ്ങളെ, പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ ദുർഗമവധം. പ്രിയരെ, അസുരപ്രമാണികളിൽ ഒരുവനായിരുന്നു ദുർഗമൻ. ഇവൻ ഹിരണ്യാക്ഷന്റെ വംശത്തിൽ പിറന്ന രുരു എന്ന അസുരേശ്വരന്റെ പുത്രനായിരുന്നു. ജന്മനാ ദുർഗമൻ ദേവവിരോധിയായിരുന്നു. ദേവന്മാരെ പരാജിതരാക്കി സ്വർഗം പിടിച്ചടക്കുകയായിരുന്നു ദുർഗമന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ ഉദ്ദേശത്തോടെ അവൻ നിരവധി തവണ ദേവന്മാരുമായി ഏറ്റുമുട്ടി. പക്ഷെ എപ്പോഴും വിജയം ദേവന്മാർക്കു തന്നെ. ദുർഗമൻ ചിന്തയിലായി. ഏതുവിധേനയും ദേവന്മാരെ പരാജിതരാക്കിയേ മതിയാവൂ. ദേവനാശനത്തിലുള്ള മാർഗന്മാരായാണ് ദുർഗമൻ ശുക്രാചാര്യരെ സമീപിച്ചു. ശുക്രാചാര്യർ പറഞ്ഞു, ദുർഗമ, ദേവന്മാരുടെ ശക്തിക്കാധാരം വേദങ്ങളാണ്. വേദങ്ങൾ ഉള്ളിടത്തോളം ദേവന്മാർ അജയ്യരായിരിക്കും. ഗുരു, എങ്ങനെ ദേവന്മാരിൽ നിന്നും വേദങ്ങൾ അടർത്തിമാറ്റാം? അവ രാക്ഷസരുടെ ശക്തിക്കാധാരമാക്കാം. അവിടുന്ന് ഉപദേശിച്ചാലും. ദുർഗമൻ അപേക്ഷിച്ചു. ഹേ അസുര, ദേവന്മാരിൽ നിന്നും വേദങ്ങൾ ഒഴിവാക്കാൻ ആരാലും സാധ്യമല്ല. ശുക്രാചാര്യരുടെ മറുപടി കേട്ട് ദുർഗമന്റെ മുഖം ഇരുണ്ടു. ഇത് കണ്ട ആചാര്യൻ അനുതാപത്തോടെ അറിയിച്ചു, നീ വിഷമിക്കേണ്ടതില്ല. മറ്റൊരു മാർഗം നോക്കാവുന്നതേയുള്ളൂ. പ്രപഞ്ചത്തിലെ സർവശക്തികൾക്കും ആധാരം ബ്രഹ്മദേവനാണ്. നീ അദ്ദേഹത്തെ തപസ് ചെയ്ത് പ്രസന്നനാക്കുക. എന്നിട്ട് വരമായി വേദമന്ത്രങ്ങൾ ആവശ്യപ്പെടുക. ശുക്രാചാര്യരുടെ വാക്കുകൾ കേട്ട ദുർഗമൻ സന്തോഷവാനായിത്തീർന്നു. അന്നു തന്നെ തപസ് ചെയ്യാൻ തുടങ്ങി. അവന്റെ ഉഗ്രതപസ്സിൽ ബ്രഹ്മദേവൻ പ്രസന്നനായി വരം ആവശ്യപ്പെട്ടു. ദുർഗമൻ ബ്രഹ്മദേവനെ നമിച്ചുകൊണ്ട് അപേക്ഷിച്ചു, ദേവ, അവിടുന്ന് എല്ലാ മന്ത്രങ്ങൾക്കും കേന്ദ്രമായ വേദങ്ങൾ എനിക്ക് നൽകിയാലും ത്രിലോകങ്ങളിലെയും ബ്രാഹ്മണർ സ്വായത്തമാക്കിയിരിക്കുന്ന എല്ലാ മന്ത്രങ്ങളും എനിക്ക് വേണം. ദേവന്മാരെ വെല്ലാനുള്ള കരുത്തും എനിക്ക് തന്നാലും. ബ്രഹ്മദേവനിൽ നിന്നും വരം ലഭിച്ചതോടെ ദുർഗമൻ തന്റെ ജൈത്രയാത്ര ആരംഭിച്ചു. ദുർഗമനിൽ വേദവും മന്ത്രവും വന്നു ചേർന്നതോടെ ബ്രാഹ്മണർ യാഗാദി കർമ്മങ്ങളും മറ്റും ചെയ്യാതെ അലസരായിത്തീർന്നു. യജ്ഞത്തിന്റെ ഹവിർഭാവം കിട്ടാതെ ദേവന്മാരും ശക്തിഹീനരായി മാറി. ദുർഗമന്റെ ശക്തിക്ക് മുന്നിൽ നിലനിൽക്കാനാവാതെ ദേവന്മാർ സ്വർഗം വിട്ടുപോയി. അവർ ബ്രഹ്മാവിനെ സ്തുതിച്ച് തങ്ങളുടെ ദുഃഖം അറിയിച്ചു. ദേവദുഃഖം മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ തന്റെ ശക്തിയിൽ നിന്നും അതിശക്തിസ്വരൂപിയായ ഒരു ദേവിയെ സൃഷ്ടിച്ചു. ശതാക്ഷി എന്ന പേരിൽ അറിയപ്പെട്ട ഈ ദേവി ബ്രഹ്മനിർദ്ദേശാനുസരണം ദുർഗമനെ വധിച്ചു. സ്നേഹപൂർവം, രഞ്ജൻ കയനാട്.